ഒരു ചാനലുകാരിങ്ങനെ പറഞ്ഞു എന്ന ഒരു മട്ടിൽ ഒരിക്കലും ഒരു വണ്ടിയും, അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും എടുക്കാൻ പാടില്ല. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണ്ട ഹോർണറ്റ് 2.0 കംപ്ലീറ്റ് റിവ്യൂ ആണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതറിയാം. അതിനുള്ള എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ടി ഒരു ലുക്ക് തന്നെ നോക്കാം. ഈ ലുക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തെ ആ ലുക്കിനെക്കാളും നല്ലൊരു സൂപ്പർ ലുക്ക് തന്നെയാണ് ഇപ്പോൾ വണ്ടിക്ക് വന്നിരിക്കുന്നത്. BS6 ആയപ്പോഴത്തേക്ക് തന്നെ മേജർ മാറ്റങ്ങളിൽ ഒന്ന് തന്നെയാണ് CC വ്യത്യാസം. പഴയ വണ്ടിക്ക് 160 CC ഉണ്ടായിരുന്നത് പഴയ ഹോർണറ്റിന്. പുതിയ ഹോർണറ്റ് വന്നപ്പോഴത്തേനും 184 CC ആയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ലുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഫുള്ളി വണ്ടി നല്ല രീതിക്ക് ലുക്കായിട്ടുണ്ട്. എന്താ പറയുക, ഒരു നമ്മളിലേക്ക്, അതായത് നമ്മൾ വണ്ടിയിലേക്ക് കൂടുതൽ ആകർഷണം ശരിക്കും നമുക്ക് തോന്നും. അങ്ങനെ ഒരു ലുക്കാണ് ഇപ്പോൾ വണ്ടിക്ക് വന്നിരിക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ ബോഡി ഡയമെൻഷൻസിലേക്ക് നോക്കാം. വണ്ടിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 2047 mm ആണ്. വണ്ടിയുടെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 783 mm. വണ്ടിയുടെ ഹൈറ്റ് വന്നിരിക്കുന്നത് 1064 mm ആണ്. വണ്ടിയുടെ വീൽ ബേസ് വന്നിരിക്കുന്നത് 1355 mm ആണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 167 mm ആണ്. വണ്ടിയുടെ സീറ്റിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 590 mm. വണ്ടിയുടെ കർവ് വെയിറ്റ് വന്നിരിക്കുന്നത് 142 കിലോഗ്രാമാണ്. 184.40 വണ്ടിയുടെ CC വന്നിരിക്കുന്നത്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 12.7 kW അറ്റ് 88,500 RPM. വണ്ടിയുടെ ടോർക്ക് വന്നിരിക്കുന്നത് 16.1 Nm അറ്റ് 6,000 RPM ആണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ലൈറ്റ്സ് ഫുള്ള് വന്നിരിക്കുന്ന LED ആണ്. അതിപ്പോൾ ഹെഡ് ലാമ്പ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ബ്രേക്ക് ലൈറ്റ്സ് ആണെങ്കിലും എല്ലാം ഫുള്ളി LED ലൈറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹസാർഡ് ലാംപ്സ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ്സ് ഉണ്ടോ, ഒരു എക്സ് ഷേപ്ഡ് ബ്രേക്ക് ലൈറ്റ്സ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണ് വണ്ടിക്ക്. നല്ല വലിപ്പമുള്ള ടയേഴ്സാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ 110/70 വണ്ടിയുടെ ടയർ സൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 140/70 വണ്ടിയുടെ ബാക്ക് ടയർ സൈസ് വന്നിരിക്കുന്നത്. അത് പക്കായിട്ട് നമുക്ക് കോർണറൊക്കെ ചെയ്തുകൊണ്ട് പോകാം. വണ്ടി നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അമ്മാതിരി ഒരു ടയറാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി എടുത്ത് പറയേണ്ട വണ്ടിയുടെ സസ്പെൻഷനാണ്. നല്ല പക്ക സസ്പെൻഷൻസാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിക്ക് നല്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു വൈബ്രേഷനോ ഒരു കാര്യത്തിലുള്ള ഇതുപോലെ പക്ക സപ്പോർട്ട് സസ്പെൻഷന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സസ്പെൻഷൻ നമുക്ക് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5-ൽ ഒരു 4.67 നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് പക്ക സസ്പെൻഷൻസാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ വന്നിരിക്കുന്നത് അപ്സൈഡ് ഡൗൺ ഫോക്കാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ആണെങ്കിലും റയർ സസ്പെൻഷൻ ആണെങ്കിലും നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് വണ്ടിയിൽ. എന്താ പറയുക, വലിയ കട്ടറൊക്കെ ചാടുമ്പോൾ എന്തായാലും നമ്മളൊന്നും കുലുങ്ങത്ത് പോലുമില്ല, നമ്മളൊന്നും അറിയത്ത് പോലുമില്ല കട്ടറിൽ ചാടിയത് ഒന്നും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വണ്ടിയുടെ സീറ്റ് ലെങ്ത് വന്നിരിക്കുന്നത് 590. ഡബിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. സ്വിഫ്റ്റാണ് സീറ്റ്സ് വന്നിരിക്കുന്നത്. റൈഡർക്കാണെങ്കിലും പില്ലറാണെങ്കിലും നല്ല രീതിക്ക് കംഫോർട്ട് തരുന്ന സീറ്റ്സാണ് വന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വണ്ടിയിൽ നിന്ന് വരത്തില്ല. എത്ര ഒരു ലോങ് ഒക്കെ പോകാനാണെങ്കിൽ പോലും സീറ്റിൽ നിന്നൊരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് കംഫർട്ടായിട്ട് തരുന്ന ഒരു സീറ്റ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി പറയുന്ന വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റിയാണ്. 12 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. 45 വരെ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ഇങ്ങനെ വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കാം. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയിലാണെങ്കിൽ നമ്മുടെ RPM മീറ്റർ, km/h, ടൈം, എത്ര കിലോമീറ്റർ ഓടി, വണ്ടിയുടെ ഫ്യൂവല്, പിന്നെ ഗിയർ പൊസിഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡ്സും വന്നിട്ടുണ്ട്. ട്രിപ്പ് A, ട്രിപ്പ് B, വണ്ടിയുടെ എൻജിൻ്റെ ഹീറ്റ്, അത്രയും കാര്യങ്ങളും വണ്ടിയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ABSൻ്റെ സിമ്പല്, ന്യൂട്രൽ, എൻജിൻ്റെ, പിന്നെ ലൈറ്റ്സിൻ്റെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മീറ്റർ കൺസോളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സ്വിച്ചസിലേക്ക് നോക്കാം. പുറകിൽ തന്നെയാണ് പാസ് ലൈറ്റ് വന്നിരിക്കുന്നത്. ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എൻജിൻ കെയിൽ സ്വിച്ച്, ഹസാർഡ് ഇൻഡിക്കേഷൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ സ്റ്റാർട്ടർ. വണ്ടിയിൽ നിന്നും നല്ല കംഫർട്ടാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരാണ് വണ്ടിയിൽ വന്നപ്പോൾ ഓടിച്ചുകൊണ്ട് വന്നത്. ഞാൻ റൈഡ് ചെയ്തു, എൻ്റെ കൂട്ടത്തിൽ പില്ലിനും ഉണ്ടായിരുന്നു.
ഞങ്ങൾക്ക് 2 പേർക്കും ഞാനൊരു വണ്ടി ഒരു 105 km/h വരെ കയറ്റി. അപ്പം പില്ലിയനാണെങ്കിലും റൈഡർക്കാണെങ്കിലും ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, സീറ്റിൽ നിന്നാണെങ്കിലും വണ്ടിയിൽ നിന്നാണെങ്കിലും നമുക്ക് നല്ല കംഫർട്ട് ലഭിക്കുന്നുണ്ട്. അത്രയും സ്പീഡിൽ കയറിയിട്ട് പോലും വണ്ടി എന്ന് ഒരു ചെറിയൊരു വൈബ്രേഷനോ ഒരു കാര്യങ്ങളുമില്ല. നല്ല രീതിക്ക് നമുക്ക് വണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ചില വണ്ടികളൊക്കെ നമ്മൾ 100 മണ്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു 70 മണ്ടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ വൈബ്രേഷൻ അല്ലെങ്കിൽ കാറ്റ് പിടിക്കുന്ന കുറേ കാര്യങ്ങൾ, അതൊന്നും ഈ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ശരിക്കും വണ്ടി ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ആരും അത് ചെയ്യരുത്. എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശരിക്കും വണ്ടി ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റോഡിൽ ഒത്തിരി ഇതിൻ്റെ ടോപ്പ് എൻഡ് നോക്കാനുള്ള ഇതൊന്നും ഇല്ലെങ്കിലും ഒരു 105 km/h വരെ ഞാൻ വണ്ടി കയറ്റി. എനിക്ക് തോന്നിയൊരു ചെറിയ പോരായ്മ എന്ന് വെച്ചാൽ 5 സ്പീഡാണ് വണ്ടിയുടെ ഗിയർ വന്നിരിക്കുന്നത്. ഒന്നും കൂടെ ഒരു 6 സ്പീഡ് ആക്കാമായിരുന്നു എന്നൊരു ഇത് തോന്നി. എന്താണേലും വണ്ടി നല്ലൊരു പവർ വണ്ടിക്കുണ്ട്. നല്ല രീതിക്ക് 105 km/h കയറിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ വണ്ടിയുടെ പെർഫോമൻസ് എന്തായിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ് വണ്ടിയിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. ഇനി വണ്ടി ഓടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടിരുന്നു. അതിലൊന്നാണ് വണ്ടി ഡ്യുവൽ ഡിസ്ക് ആണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS ആണ്, ഫ്രണ്ട് മാത്രമേ ABS വരുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് 1,31,841 വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. വണ്ടിക്ക് 4 കളർ വേരിയൻസിലാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേ, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്, ബ്ലൂ, പിന്നെ റെഡ്. ഈ 4 കളർ വേരിയൻസിലാണ് വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഈ റോഡിൽ നിന്ന് കയറി ഞാൻ പറയാം. അപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അല്ലാതെ ഞാനിപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ചാനലുകാർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഈ വണ്ടി മോശമാണ് അല്ലെങ്കിൽ ഈ വണ്ടി നല്ലതാണെന്ന് അയാൾ പറഞ്ഞു എന്ന ബേസിൽ ആരും ഈ വണ്ടി എടുക്കരുത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എന്താ പറയുക, നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ വണ്ടി മതി എന്ന് ഉറപ്പിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അല്ലാതെ ഒരു ചാനലുകാരിങ്ങനെ പറഞ്ഞു എന്ന ഒരു മട്ടിൽ ഒരിക്കലും ഒരു വണ്ടിയും, അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും എടുക്കാൻ പാടില്ല. അത് ഞാനിപ്പോഴേ പറയുകയാണ്. ഇപ്പം നമ്മൾ കേട്ടിരുന്നു നാളെ ഇപ്പം ഞങ്ങൾ കാരണമാണ് എന്തെങ്കിലും അബദ്ധം പറ്റി, അങ്ങനെയൊന്നും ആരും പറയരുത്. പിന്നെന്താ പറയുക, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോകും. വണ്ടി ഇപ്പം പക്കയാണ്. എനിക്ക് ഫീൽ ചെയ്ത് വെച്ച് പഴയ ഹോർണറ്റ് ഓടിച്ചത് വെച്ച് നോക്കുമ്പോഴത്തേനും ഈ വണ്ടിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ല രീതിക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു വണ്ടി. എന്താ പറയുക, മൾട്ടിപ്പിൾ വെറ്റ് ക്ലച്ചാണ് വന്നിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാലും ബ്രേക്കിംഗ് ഇതുണ്ടോ, ബ്രേക്കിംഗ് ആണെങ്കിലും പക്ക ബ്രേക്കിങ്ങിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ABS ആണെങ്കിലും നമ്മൾ പിടിച്ചെടുത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് സസ്പെൻഷൻ ആണെങ്കിലും എന്താ പറയുക, വണ്ടിയുടെ മൊത്തത്തിൽ വണ്ടി സീറ്റ് എല്ലാം കംഫർട്ടാണ്. പുറകിലിരിക്കുന്ന പില്ലിനാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി എല്ലാം കൊണ്ടും പൊളിയാണ്. എനിക്ക് തോന്നിയതൊരു 5 സ്പീഡ് ഗിയർ ബോക്സിൽ നിന്നൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആക്കാമായിരുന്നു എന്നൊരു സജഷൻ മാത്രമേ എനിക്ക് വെക്കാനുള്ളൂ. ബാക്കി എന്തുകൊണ്ടും വണ്ടിയെ കുറ്റം പറയാൻ ഒന്നുമില്ല കേട്ടോ. പക്കയാണ്. ബ്രേക്ക് ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ പക്കായിട്ട് നമുക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ടോപ്പ് എൻഡ് ഈ റോട്ടിൽ കാണിക്കാൻ പറ്റിയല്ല. അത് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല വണ്ടിയിലുള്ളത്. അവിടെ നമുക്ക് ഓവർ സ്പീഡിലും പോകാൻ പറ്റില്ല. ഞാൻ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത്. ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പം ഒരു ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്തോട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുക. ഒരു വീഡിയോയുടെ ഭാഗമല്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ, ഞാൻ തന്നെ നേരിട്ട് കണ്ട കുറേ ഇൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. തൊട്ടടുത്ത് പോവുകയാണെങ്കിൽ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രം ബൈക്ക് ഓടിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.
അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിലൊക്കെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി നമ്മൾ ചെയ്യണമെന്നും താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് പറയുക. എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.